ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്സിനെ വളർത്തിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു പ്ലാന്റാണ് ഫെലനോപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന ഫെലനോപ്സിസ് ഓർക്കിഡ്സ് എല്ലാം മോസിൽ വളർത്തിയതായിരിക്കും. അപ്പോൾ ഈ മോസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ് ഒത്തിരി വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ റൂട്ട്സ് എന്തായാലും ചീച്ചിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും മേടിക്കുന്ന ഫെലനോപ്സിസിൽ റൂട്ട്സ് ഒന്ന് രണ്ടെണ്ണമൊക്കെ എന്തായാലും ചീഞ്ഞിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ മോസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. മോസിനെ റിമൂവ് ചെയ്യണ സമയത്ത് ഇങ്ങനെ വേര് പൊട്ടി പോവോ അല്ലെങ്കിൽ കട ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ഡാമേജ് ആവുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും ചിലർക്ക്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഓർക്കിഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത് 2 റൂട്ടുള്ളെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് പിടിപ്പിച്ചെടുക്കാവുന്ന പ്ലാന്റാണ്. അതുപോലെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ഒന്നുമല്ല ഇത്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് മോസിനെ മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡെഡ് റൂട്ട്സ്, അതായത് മോശമായിട്ട് എന്തെങ്കിലും റൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും നമ്മൾ കട്ട് ചെയ്ത് കളയണം. നമ്മൾ പ്രസ് ചെയ്യണ സമയത്ത് ഇതേപോലെ നെങ്ങുവാണെങ്കിൽ അതെന്തായാലും ഡെഡ് റൂട്ട്സ് ആയിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് ഒരു വൈറ്റിഷ് ഗ്രീൻ കളറിലായിരിക്കും, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പ്ലാന്റിനെ നടാനായിട്ട് പോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹോൾസ് ഉള്ള പോട്ട് വേണം എപ്പോഴും എടുക്കാനായിട്ട്. അടിയിൽ ഹോളില്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം. കാരണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതിനുശേഷം ഞാൻ ചാർക്കോളാണ് ഇട്ട് കൊടുക്കുന്നത്. ചാർക്കോൾ മാത്രമല്ല ചകിരിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫെലനോപ്സിസിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെലനോപ്സിസ് എപ്പോഴും തണുപ്പ് അല്ലെങ്കിൽ മോയ്സ്ചർ, നനവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ചകിരി ഉണ്ടെങ്കിൽ ഒരു ചെറിയ നനവ് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഒത്തിരി ഇട്ട് കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ചകിരി മാത്രമല്ല, മീഡിയം കുറച്ച് മതി ഈ പ്ലാന്റിന്. അതിനുശേഷം നമ്മൾ നടുമ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ല നടുന്നത്. ഈ പ്ലാന്റിനെ ഒരു വശത്തേക്ക് ചരിച്ച് ഇതേപോലെയാണ് വെക്കുന്നത്. അതേപോലെ തന്നെ പോട്ടിൻ്റെ അകത്തേക്ക് അമർത്തി പ്രസ് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഒരു വശത്തേക്കായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അതായത് പ്ലാന്റ് ജസ്റ്റ് ഇതേപോലെ മറിഞ്ഞ് കിടക്കുന്നതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം സുഖമായിട്ട് താഴോട്ട് വാർന്നു പൊക്കോളും. ഒരു കാരണവശാലും കെട്ടി നിൽക്കില്ല. വെള്ളം കെട്ടി നിൽക്കാത്തത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും കൂമ്പ് ചീച്ചിൽ ഉണ്ടാവത്തേയില്ല. അതേപോലെ തന്നെ ഈ മുകളിലോട്ട് നിൽക്കുന്ന റൂട്ട്സിനെ ഒന്നും നമ്മൾ അകത്തോട്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒത്തിരി ഏരിയൽ റൂട്ട്സ് ഉള്ളൊരു പ്ലാന്റാണ് ഫെലനോപ്സിസ്. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ചുകൂടി മീഡിയം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഒത്തിരി മീഡിയം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ എല്ലാ പ്ലാന്റ്സ് ഇങ്ങനെ തന്നെയാണ് പോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് മീഡിയം ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. അങ്ങനെ എയർ സർക്കുലേഷൻ ഉണ്ടായാൽ തന്നെ അധികം കേടുകൾ ഒരിക്കലും വരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റിനെ ഡെയിലി നനച്ച് കൊടുക്കാം. പക്ഷേ നട്ടതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും ഈ പ്ലാന്റിനെ മഴയത്ത് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെയിലി നനച്ച് കൊടുക്കണം. ഈ പ്രാവശ്യം ഫ്ലവർ സ്പൈക്ക് താഴോട്ടാണ് കിടക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം പുതിയ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ അതെല്ലാം മുകളിലോട്ട് തന്നെ വരും. അപ്പോൾ ഇതേപോലെ നട്ടു നോക്കാത്തവരാണെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും നട്ടു നോക്കണേ ഒന്ന്.